കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പന വീണ് മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം വൈകിട്ട് നടക്കും. തൃശൂർ പാലായിൽ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപകടത്തിൽ പരിക്കേറ്റ അൽത്താഫ് ചികിത്സയിൽ തുടരുകയാണ്. കോതമംഗലം നീണ്ടപാറയിൽ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ഇവിടെ ഇറങ്ങിയ കാട്ടാന പന മറിച്ചിടുകയും ഇത് വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് വീഴുകയുമായിരുന്നു. അല്ലമീൻ വിവരങ്ങൾ നൽകും. അല്ലമീൻ, ദാരുണമായ സംഭവമായിരുന്നു. ഇപ്പോൾ പരിക്കേറ്റ അൽത്താഫിന്റെ നില എങ്ങനെയാണ്? ഇപ്പോൾ ഈ പ്രദേശത്ത് തുടർച്ചയായി ഇങ്ങനെ കാട്ടാന ശല്യമുള്ളൊരു സ്ഥലമാണോ? സ്മൃതി, അൽത്താഫിനും സാരമായിട്ടുള്ള പരിക്കുകളുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിനിടെ ഒപ്പമുണ്ടായിരുന്ന സഹപാഠിയും സുഹൃത്തുമായിട്ടുള്ള ആൻമരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണിയോടുകൂടി തൃശ്ശൂർ സംസ്കാര നടപടികൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിപ്പോൾ ഈ അപകടം നടന്ന നീണ്ടപാറയിൽ പ്രദേശവാസികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം നിരന്തരം കാട്ടാനകളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. ഈ അപകടം സംഭവിച്ചതും മരിച്ചതൊന്നും അവിടെ ഉള്ള ആളുകളല്ല. പക്ഷേ അവിടുത്തെ കാര്യം പലപ്പോഴും ഈ കാട്ടാനകളെ ഭയന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും കാട്ടാനകളെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും കാലങ്ങളെ അവിടെ തുടരുന്നുണ്ട്. ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് ഫെൻസിംഗ് ഉൾപ്പെടെ വേണമെന്നുള്ള ആവശ്യങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ അതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല, പരിഹരിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് അവർക്കുള്ളത്. ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടെന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുകയും ചെയ്തിരുന്നു. തഹസിൽദാർ ഈ വിഷയത്തിൽ കളക്ടറുമായി വൈകാതെ ഒരു ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ ആലോചിക്കാമെന്നൊരു ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശവാസികൾ സമരമൊക്കെ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുകയും ഒരു പന മറിച്ചിടുകയും ചെയ്തത്. അത് നേരെ റോഡിലേക്ക് മറിഞ്ഞ് അതുവഴി സഞ്ചരിച്ച് പോവുകയായിരുന്ന ആൻമരിയയ്ക്കും അതുപോലെ അൽത്താഫിന് മേൽ പതിക്കുകയായിരുന്നു. ആൻമരിയ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപകടം നടന്ന സ്ഥലത്ത് നിന്ന്, മരം ഒടിഞ്ഞു വീണ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് മീറ്ററുകൾ അപ്പുറത്തേക്ക് ബൈക്ക് തെന്നിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്നലെ ഈ അപകടം നടന്ന് ഇവർ രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും ആനയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആന റോഡിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പിന്നീട് ഫോറസ്റ്റ് വാച്ചർമാരൊക്കെ വന്ന് പടക്കമൊക്കെ പൊട്ടിച്ചാണ് ഈ ആനയെ അവിടെ നിന്ന് മാറ്റിയത്. ഇന്നിപ്പോൾ നമ്മളവിടെ പോകുമ്പോഴും ആനയുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഫോറസ്റ്റ് ഓഫീസർമാർ നിരന്തരം പടക്കം പൊട്ടിക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ പന മറിച്ചിട്ട ആന ഇപ്പോഴും വനത്തിലെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ആ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക അവർക്കുണ്ട് താനും. സ്മൃതി, നല്ല മീനാണ് വിവരങ്ങൾ നൽകിയത്.